ഏറ്റവും കൂടുതൽ ഹിജാബും മഫ്തയും ഒക്കെ ധരിക്കുന്നവരാണ് ഡിസ്കോയ്ക്കും ഡാൻസിനും ഒക്കെ താളം കൂട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ അങ്ങ് മലപ്പുറം ജില്ല മുതൽ ഇങ്ങ് കാരാളിമുക്കിലെ ചരിത്രം വരെ നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മുടെ പെൺകുട്ടികൾക്കും നമ്മുടെ കുടുംബിനികൾക്കും ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഇലക്ഷൻ ജയിക്കുക, ഇലക്ഷൻ അല്ലെങ്കിൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം, അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിനെ വലിച്ചുകയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിജാബുധാരികളും പർദ്ദധാരികളും തട്ടമിട്ട എന്റെ പ്രിയപ്പെട്ട ഇത്തമാരും ഒന്ന് മനസ്സിലാക്കട്ടെ, അത് ഇസ്ലാമികപരമല്ല. അന്യപുരുഷനോടൊപ്പം ഡിസ്കോയും ഡാൻസും കളിക്കാൻ ഇലക്ഷന് ജയിക്കുമ്പോൾ ഡിസ്കോയും ഡാൻസും കളിച്ചിട്ട് റോഡിന്റെ നടുമധ്യങ്ങളിൽ അങ്ങ് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങ് കാരാളിമുക്കിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം. ആരാണ് ഈ ദീൻ പഠിപ്പിച്ചത്? നടുറോഡിൽ വിജയാഹ്ലാദം പ്രകടിപ്പിക്കാൻ വേണ്ടി മഫ്തയും ഹിജാബും ധരിച്ച്. ഉസ്താദ് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചിലപ്പോ ചോദിച്ചേക്കാം. ഞാനും ഈ നാട്ടിലാണല്ലോ താമസിക്കുന്നത്, എനിക്കും കണ്ണിന്റെ കാഴ്ചയുണ്ടല്ലോ, സോഷ്യൽ മീഡിയകൾ ഞാനും ഉപയോഗിക്കുന്നതാണല്ലോ, ഈ നാടിന്റെ വർത്തമാനവും ഇതിന്റെ ഹൃദയവും ഒക്കെ എനിക്കും അറിയാൻ കഴിയുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരാളിമുക്കിലായാലും അങ്ങ് കാസർഗോഡല്ല മലപ്പുറം ജില്ലയിലായാലും ഇലക്ഷൻ ജയിക്കുന്നത് ഒരുപക്ഷെ വിജയം നിങ്ങൾക്ക് സന്തോഷദായകമായ അവസ്ഥ നിങ്ങൾക്ക് സൃഷ്ടിച്ചേക്കാം, അതിനാരും കുറ്റപ്പെടുത്തുന്നില്ല, അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഇലക്ഷന്റെ പേരിലായാലും വിവാഹത്തിന്റെ പേരിലായാലും ഇസ്ലാമിനെ അറുത്തുമുറിച്ച് മാറ്റുന്ന പ്രക്രിയകൾ അത് ഏറ്റവും വലിയ ശാപമാണ്, നാശത്തിന്റെ വഴിയൊരുക്കുന്നതാണെന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായില്ല എങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പേക്കൂത്തുകളുടെ പേരിൽ ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട ഇത്തമാരും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഈ അവസരത്തിൽ ഉണർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദീനുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകൂല എന്നർത്ഥം. പിന്നെ വേണ്ട ഉസ്താദേ, എന്റെ രാഷ്ട്രീയ പാർട്ടിക്കൊത്ത് തുള്ളുന്ന പെണ്ണാണ് എനിക്ക് വേണ്ടത്, എന്നാ പിന്നെ എനിക്ക് ദീനുള്ള പെണ്ണിന് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ആയിക്കോട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ഈ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിസ്കാരപ്പായിൽ ഇറങ്ങാത്ത പെൺകുട്ടിയോ? എന്താ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൽ മുറാദു ബിദ്ദീൻ, എന്താ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്ത്വാഅത്ത് വൽഅമാലി സ്വാലിഹാത്ത് വൽഇഫ്ഫത്തു അനിൽ മുഹറമാത്ത്, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുക, ഹറാമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അത്ത്വാഅത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, വൽഅമാലി സ്വാലിഹാത്തു സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ വൽ ഇഫ്ഫത്തു അനിൽ മുഹറമാത്ത്, ഹറാമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ജീവിക്കുന്ന പെണ്ണെ, നീയാണ് ഉത്തമമായ പെണ്ണ് എന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി തന്റെ ജീവിതത്തിൽ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന പെണ്ണ്, തന്റെ ദീനിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന പെണ്ണ്, തന്റെ ദീനിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്, ഹിജാബ് മാറ്റാത്ത പെണ്ണ്, അന്യപുരുഷന്റെ മുന്നിൽ കൊഞ്ചിക്കുഴയാത്ത പെണ്ണ്, ആ പെണ്ണാണ് ഏറ്റവും ഉത്തമമായ പെണ്ണ് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, പ്രാഥമികമായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് സാമ്പത്തികമുണ്ടോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, കുടുംബ മഹിമയുണ്ടോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, സൗന്ദര്യമുണ്ടോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിന് ദീനുള്ള പെണ്ണാണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെയാണ് വിജയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് വിജയം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, മുആദേ, ഖൽബുൻ ശാകിറുൻ വലിസാനുൻ ദാകിറുൻ വസൗജത്തുൻ സ്വാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വദീനിക ഖൈറും മിമ്മക്തനസൻ നാസ്. ഏ മുആദേ, ഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം,
അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്തല്ലോ നമുക്ക്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു, ഒരുപാട് സാമ്പത്തികം നൽകി, ആരോഗ്യം നൽകി. നമുക്ക് നമ്മെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന പലരും ഇന്ന് ആശുപത്രികളും അല്ലാതെയും ഒക്കെ അനാരോഗ്യത്തിന്റെ പിടിയിൽ അമർന്നു കഴിയുമ്പോഴും അള്ളാഹു എനിക്ക് ആരോഗ്യം നിലനിർത്തി, അൽഹംദുലില്ലാ, എന്റെ ശരീരത്തിനൊരു കുറവും വന്നിട്ടില്ല, എന്റെ ശരീരത്തിനൊരു കുറവും വന്നിട്ടില്ല ഇതുവരെയും, അൽഹംദുലില്ലാ എന്ന് പറയാൻ, മനസ്സ് നിറഞ്ഞു പറയാൻ, ഹൃദയം തുറന്നു പറയാൻ എത്ര ഹൃദയങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ചിന്ത. ഒരു രോഗം വരുമ്പോഴല്ല അള്ളാഹുവിനെ വിളിക്കേണ്ടത്, രോഗം വരുമ്പോ മാത്രമല്ല അള്ളാഹുവിനെ വിളിക്കേണ്ടത്, ഒരു ടെസ്റ്റിലൂടെ എന്തോ മാരകമായ രോഗത്തിന്റെ അംശമുണ്ട് എന്ന് തെളിയുമ്പോൾ മാത്രമല്ല അള്ളാഹുവിനെ വിളിക്കേണ്ടത്. അള്ളാഹുവിനെ വിളിക്കേണ്ടത് അത് ആരോഗ്യത്തിന്റെ സമയത്ത്, സാമ്പത്തികത്തിന്റെ സമയത്ത്, സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൊക്കെ ഒക്കെ അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. അവിടെയാണ് വിജയം നമുക്കുണ്ടാകേണ്ടത്. ഖൽബുൻ ഷാകിറുൻ. മുആദ്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മുആദ്, ഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഹൃദയം, വലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവുള്ള മനുഷ്യനുണ്ടല്ലോ. മുആദേ, വലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ സ്മരിക്കുന്ന, അവന്റെ നാമങ്ങൾ ഉരുവിടുന്ന, അവന്റെ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും അവന്റെ ജീവിതത്തിലെ സകലമായ പ്രവർത്തനങ്ങളിലും രാജാതിരാജനായ റബ്ബിനെ മറന്നുപോകാത്ത നാവുള്ള മനുഷ്യനുണ്ടല്ലോ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുആദ്, വസൗജതൻ സോലിഹാ, മുആദേ, സോലിഹത്തായ ഒരു പെണ്ണ്, ഒരു ഭാര്യ ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ തുഈനുക അലാ അംരി ദീനിക വദുനിയാക, നിന്റെ ദീനിനെയും നിന്റെ ദുനിയാവിനും നിനക്ക് സഹായിയായി തീരുന്ന ഒരു പെണ്ണുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുആദേ, ഈ പറയപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ഖൈറും ജനങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെക്കാൾ, ജനങ്ങൾ ഒരുക്കി കൂട്ടുന്ന മുതലുകളെക്കാൾ മുആദേ, ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനും കിട്ടിക്കഴിഞ്ഞാൽ, നന്ദിയുള്ള ഹൃദയമുള്ളവനായ മനുഷ്യനായി മാറിയാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവുള്ള മനുഷ്യനായി മാറിയാൽ, ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഹൃദയമുള്ള മനുഷ്യനായി മാറിയാൽ, അവന് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളിൽ അല്ലാഹുവിനെ സഹായിക്കുന്ന അവന്റെ ഭാര്യ അവന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇണയെ ലഭ്യമായി കഴിഞ്ഞാൽ, മുആദേ, ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളെക്കാളും നിനക്ക് ഏറ്റവും ഉത്തമമാണ് മുആദ്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാകണം. ദീനിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ കുടുംബ ജീവിതത്തിന് സമാധാനമുണ്ടാകും. വിശുദ്ധ ഇസ്ലാം സമാധാനക്കേടിന്റെ പ്രധാനപ്പെട്ട സംഗതികൾ ഇന്ന് തന്റെ കുടുംബ ജീവിതത്തിൽ തന്റെ പങ്കാളികളാകുന്ന ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ആ ഇണകൾക്ക് രണ്ടുപേർക്കും ദീനില്ല. ആ ദീനില്ലാത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാന ജീവിതം. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആദ്യം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അവൾ ദീനിയായ പെൺകുട്ടിയാണോ എന്ന് അന്വേഷിക്കണം. ദീനിയായ പെൺകുട്ടിയാണോ എന്ന അന്വേഷണമാണ് ഏറ്റവും വേണ്ടത്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മഹാനവർകളെ, എനിക്കൊരു മകളുണ്ട്, പലരും വന്ന് വിവാഹാലോചന നടത്തുന്നുണ്ട്, തങ്ങളെ ഞാൻ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, എന്റെ മകളെ പലരും വന്ന് വിവാഹാലോചന നടത്തുന്നുണ്ട്, തങ്ങളെ ഞാൻ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നു, സവ്വിജ്ഹാ റജുലൻ യത്തഖില്ലാഹ്,
സഹോദരാ, നിന്റെ മകളെ നീ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് ആർക്കെന്നറിയോ? അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനെ ആകണേ. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന, അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, ഹറാമിനെ ഹറാമായി കാണുന്ന മനുഷ്യനെ നീ കല്യാണം കഴിച്ചു കൊടുക്കണേ. മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു എന്തെന്നറിയോ? ഫഇന്നഹു ഇന്ന ഹബ്ബഹാ അക്രമഹാ. അങ്ങനെ ആ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുത്താൽ ഇന്ന ഹബ്ബഹാ അക്രമഹാ, ആ പെണ്ണിനെ അവൻ സ്നേഹിക്കും. ആ പെണ്ണിനെ സ്നേഹിച്ചാൽ, ആ പെണ്ണിനെ സ്നേഹിച്ച പെണ്ണിനെ ആദരിക്കും ആ ഭർത്താവ്. ഇനി എന്തെങ്കിലും പെണ്ണിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഈർഷ്യതകളോ വെറുപ്പുകളോ ഒക്കെ ഉണ്ടായാൽ പോലും ആ പെണ്ണിനെ അവൻ ഉപദ്രവിക്കില്ല. ശാരീരിക പീഡനം, മാനസിക പീഡനം അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യില്ല. ഇന്നങ്ങനെ ഭാര്യയും ഭർത്താവും രണ്ടും ഭീകര ജീവികളെ പോലെ. ഒന്നുകിൽ ഭർത്താവ് ഭീകരജീവി. ഭർത്താവ് പുറത്തു പോയിട്ട് അകത്ത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഉമ്മച്ചി പറയും, ഉമ്മി പറയും, എന്താ പറയുന്നത്? മക്കളെ വാപ്പ് വരുന്നുണ്ട്. പിന്നെ ഉമ്മയുടെ സംസാരം നിലച്ചു, വർത്തമാനം നിലച്ചു, കുശലാന്വേഷണങ്ങൾ നിലച്ചു, എല്ലാം നിലച്ചു. എന്തോ ഒരു ഭീകരജീവി കടന്നു വരുന്നത് പോലെയാണ്. അങ്ങനെയാണോ കുടുംബത്തിലെ ഭർത്താക്കന്മാരാകേണ്ടത്? അങ്ങനെയല്ല. നീ മറിച്ചോ, ഒരു ഭാര്യയെ കുറിച്ചാണെങ്കിലോ ഭാര്യ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, രണ്ട് കാര്യം പറഞ്ഞു, മൂന്നാമത്തിന് ചൂലെടുക്കും. അങ്ങനെയുള്ള ഭാര്യയാണെങ്കിലോ ഭർത്താവ് അവിടെ എന്ത് ചെയ്യും? സുക്കൂത്തായിരിക്കും. ഭാര്യ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭർത്താവിന് മിണ്ടാട്ടമില്ല. മിണ്ടിപ്പോയാൽ അവിടെ പ്രശ്നമാണ്. അപ്പൊ രണ്ടു കൂട്ടരും ഭീകര ജീവികളല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിന്റെ രണ്ട് പിന്നെ തട്ടുകളാണ് ഇണകൾ എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഭീകര ജീവികളായി മനസ്സിൽ പതിപ്പിക്കപ്പെടരുത്. അവർ രണ്ടുപേരും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന, കുശലാന്വേഷണങ്ങൾ പറയുന്ന, സുഖമാണോ എന്ന് ചോദിക്കുന്ന, ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളും ദുഃഖത്തിന്റെ നിമിഷങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയകളായി എന്ന് പറഞ്ഞാല് സോഷ്യലായിട്ട് ഇടപെടുന്നവരാകണം. ഒരു കൂട്ടുകാരെ പോലെ, ഒരു ഫ്രണ്ട്ഷിപ്പായി മാറണം ഭാര്യ ഭർത്താക്കന്മാര്. ഇന്നതല്ല നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, അക്രമുൻ നിസാഇ ഇല്ലൽ കരീം വലാ അഹാനഹുന്ന ഇല്ലൽ ലഈം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ ആദരിക്കാൻ കഴിയുന്ന ഒരു മാന്യന് മാത്രമേ കഴിയുള്ളൂ ആദരിക്കാൻ, സ്നേഹിക്കാൻ. വലാ അഹാനഹുന്ന ഇല്ലൽ ലഈം. ദോഷൻ അല്ലെങ്കിൽ മോശപ്പെട്ടവനെ, ശപിക്കപ്പെട്ടവന് മാത്രമേ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താനും ഇകഴ്ത്താനും കഴിയുകയുള്ളൂ എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ മാന്യന്മാരാകണോ, ആദരണീയരാകണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, യാ ആയിഷ, ആയിഷ, ഇന്ന ശറാറൻ നാസി അല്ലദീന യക്റമൂന ഇത്തിഖാഅ അൽസിനതിഹിം. ആയിഷ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരട്ടെയോ ആയിഷ? ആരെന്നറിയോ? നാവിനെ ഭയന്നുകൊണ്ട് ആദരിക്കപ്പെടുന്ന മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടികിട്ടും, ഭർത്താവിന്റെ തെറുകിട്ടും എന്ന് ഭയന്ന് ഭർത്താവിന്റെ നാവ് പേടിച്ച് ജീവിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ നാവ് പേടിച്ച് ജീവിക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ ആദരിക്കപ്പെടുന്നത് അവന്റെ നാവിനെ ഭയന്നുകൊണ്ടാണ് എങ്കിൽ ആ ആദരിക്കപ്പെടുന്ന മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിനും സമാധാനമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിന് സമാധാനമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ ഭയന്നു ജീവിക്കുന്ന, അള്ളാഹുവിനോട് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ദമ്പതികളായി നമ്മുടെ ദമ്പതികൾ മാറണം. അവിടെയാണ് നമുക്ക് വേണ്ടത്, അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകേണ്ടത്. വിജയം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച്, അലി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിക്കാറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടരെ ദവാഖുൽ മിത്ലാഖ് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വെറുക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അതാരെന്നറിയോ? അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി ഇങ്ങനെ വിശദീകരിച്ചു വരുന്ന കൂട്ടത്തിൽ ആ മനുഷ്യന്മാര് ദവാഖുൽ മിത്ലാഖ് എന്ന് പറയപ്പെടുന്ന വിഭാഗം അവരാരെന്നറിയോ? ലാ യഅകുലു മാ ഉജിദ വയസ്അലു മാ ഫുഖിദ. വീട്ടിലുള്ള സമയം ഒരു ഭർത്താവാകട്ടെ ആരുമാകട്ടെ ഉള്ളത് കഴിക്കില്ല, ഇല്ലാത്തത് ചോദിക്കും. മീൻകറി വെക്കും, അയലക്കറി വെക്കും. ഇപ്പൊ ചോദിക്കും, തലേ ദിവസം പറഞ്ഞു അയലക്കറി വെക്കാത്ത എന്താന്ന് ചോദിക്കും. പിറ്റേ ദിവസം ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിന് വേണ്ടി അയലക്കറി വെക്കുമ്പോ ഇന്നെന്താ ചൂര വാങ്ങാത്തത്? അല്ലെ, ഇല്ലാത്തത് ചോദിക്കും. ഉള്ളത് കഴിക്കില്ല, ഇല്ലാത്തത് ചോദിക്കുന്ന വിഭാഗം ആദരവായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഹുവ ഇൻദ അഹ്ലിഹി കൽ അസദി. ആ മനുഷ്യൻ ആരെ പോലെ എന്നറിയോ? തന്റെ കുടുംബക്കാരുടെ, തന്റെ ഭാര്യയുടെ അടുക്കൽ ഒരു സിംഹത്തെ പോലെയാണ്. ധീരനായ മസുൽ പവർ ആയിരിക്കും ഭാര്യയുടെ അടുക്കൽ. എന്തെങ്കിലും പറയുമ്പോൾ ഒരൊറ്റ ഇടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൽ അസദി. റസൂലുള്ളാഹിയെ ആ വെറുക്കപ്പെട്ട സമൂഹത്തെ സംബന്ധിച്ച് പറയുന്നു, ലാകിൻ വകാന ഖാരിജൻ കസഅലബി. ആ മനുഷ്യനോ പൊതുപ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലോ അയാൾ പോയാൽ ഒരു കുറുനരിയെ പോലെ പാവമായിരിക്കും. വീട്ടിലാരാ? സിംഹമാണ്. പക്ഷെ നാട്ടിലിറങ്ങിയാലോ അയാൾ ധീരന്റെ പവറോടുകൂടി പ്രവർത്തിക്കും. അതല്ല ഒരു നല്ല ഭർത്താവ്. അങ്ങനെയല്ല. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാകിൻ അലിയുൻ ലിഫാത്തിമ. അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീബിയുടെയും ജീവിതം എങ്ങനെയായിരുന്നു? അലിയാർ തങ്ങളെ വിശേഷിപ്പിക്കുന്നു, യഅകുലു മാ വജദ. ഉള്ളത് മാത്രം കഴിക്കുമത്രേ. വലാ യസ്അലു അമ്മാ ഫുഖിദ. ഇല്ലാത്തതിനെ പറ്റി ചോദിക്കില്ല. എന്തേ നീ അതുണ്ടാക്കാത്തത്? എത്രയോ ദിവസം കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഉള്ളത് മാത്രം കഴിക്കുന്ന പ്രവണതയായിരുന്നു, ഉള്ളത് മാത്രം ചോദിക്കുന്ന പ്രവണതയായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വഹുവ ഇൻദഹാ കസഅലബി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആകുന്ന പുതുമണവാളൻ ഉണ്ടല്ലോ, കസഅലബി, ഒരു കുറുനരിയെ പോലെ വളരെ പാവമായിരുന്നു. എന്ന് പറഞ്ഞാല് തലേക്കറി ചവിട്ട് കൊടുക്കാറൊന്നല്ല, പിന്നെയോ വളരെ സൗമ്യമായി സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്നവരായിരുന്നു. ഇനി പിന്നെയോ വഖാരിജൻ കൽ അസദി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖാരിജൻ കൽ അസദി. വീട്ടിന് പുറത്താണെങ്കിലോ ധീരനായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചത് പുറത്ത് എന്താ പറഞ്ഞത്? പുറത്ത് സിംഹം എന്നല്ല പറഞ്ഞത്, തെറ്റിപ്പോയി. പുറത്ത് എന്താ? അകത്ത് ആരെ പോലെയാ? അകത്ത് പിന്നെ സിംഹത്തെ പോലെയും പുറത്താരെ പോലെ, കുറുനരിയെ പോലെയും. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശേഷണം പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ഒരു കുറുനരിയെ പോലെയായിരിക്കും, പക്ഷെ പുറത്തോ ധീരനായിരിക്കും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് വളരെ സോഷ്യലായിട്ട് സൗമ്യമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇണകളുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. അവരുമായി കുശല വർത്തമാനങ്ങൾ പറയാൻ സമയം കണ്ടെത്തണം. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സമയം കണ്ടെത്തണം. അതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം അത് തന്നെയാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതും ആ ഒരു സാഹചര്യങ്ങളിലൂടെ തന്നെയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ സമാധാന ജീവിതം നമുക്കുണ്ടായിത്തീരും. ഇനി ഒരുപാട് പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ചതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനമായി ഒരു വിവാഹാലോചന നടത്തുമ്പോൾ വിവാഹാലോചനയുടെ മർമ്മപ്രധാനമായ സംഗതി അത് ദീനുള്ള ഇണയെ കണ്ടെത്തുക. ദീനുള്ള പുരുഷനാണെങ്കിൽ ദീനുള്ള പുരുഷൻ, വധുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ദീനുള്ള പെണ്ണ്, ഇത് കണ്ടെത്താനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കുടുംബ ജീവിതത്തിന്റെ സമാധാനപരമായ ജീവിതത്തിന് അതാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിപൂർണമായ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.